തികച്ചും പ്രാർത്ഥനയോടെ, വളരെ ദൈവാശ്രയത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാനായിട്ട് പ്രത്യേക ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഒരു വർഷം നമ്മളെ വിട്ട് അതിവേഗം കടന്നു പോകുകയാണ്. നമുക്കറിയാം, ചില മണിക്കൂറുകൾക്കുള്ളിൽ 2020 മറവിയിലേക്ക് മാറുവാൻ തുടങ്ങുന്നു. 2021 അടയ്ക്കപ്പെട്ട ഒരു പുസ്തകം പോലെ നമ്മുടെ മുൻപിലിരിക്കുന്നു. എന്തെല്ലാം ദുരന്തങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പോരാട്ടങ്ങൾ ജീവിതത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന് നാം അറിയുന്നില്ല. ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ ആഴത്തിൽ ആത്മപരിശോധന ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ നിന്ന് കർത്തൃസന്നിധിയിൽ മടങ്ങി വരുവാനും ദൈവം നമുക്കൊരുക്കിയിട്ടുള്ള വിലപ്പെട്ട സമയമാണ് ഈ ദിവസങ്ങൾ. ആയതുകൊണ്ട് പ്രാർത്ഥനാപൂർവം വ്യക്തി ജീവിതത്തെ ആഴത്തിൽ കർത്തൃസന്നിധിയിൽ വിലയിരുത്തുവാൻ ഈ ശുശ്രൂഷ സന്ദർഭം മുഖാന്തരമായി തീരണം. പിന്നിട്ട വഴികളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയിട്ട്, കർത്താവെ, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ, പതനങ്ങൾ, പരാജയങ്ങൾ, അവിവേകങ്ങൾ, അതിൽ നിന്ന് ആത്മാർത്ഥമായ നിലവിളിയോടുകൂടെ ഒരു മടങ്ങിവരവിനായി ഞാൻ എന്നെ കൈമാറുന്നു എന്ന് പറയത്തക്ക വിധം തങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ ദൈവം കൃപ പകരട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു യോഗത്തിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് ലോഗിൻ ചെയ്തത്. അടുത്ത ചില സമയങ്ങൾക്ക് ശേഷം ആ യോഗത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്, സന്ദേശത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ വചനം നമുക്ക് തുറക്കാം. തികച്ചും ഏകാഗ്രതയോടെ വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അക്രൈസ്തവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരൻ തൻ്റെ ഭാര്യയുടെ ക്യാൻസർ രോഗബാധയെ തുടർന്ന് മനസ്സിൻ്റെ സമനില തെറ്റി തകർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അറ്റൻഡറായ ഒരു പെന്തക്കോസ്തുകാരൻ സഹോദരന്റെ പ്രേരണയോടുകൂടെ ഒരു പെന്തക്കോസ്ത് യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് അത്ഭുതകരമായി ദൈവോളെ സൗഖ്യമാക്കി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് റിസൾട്ട് വന്നു, അവൾക്ക് ക്യാൻസർ രോഗമില്ല. ഞാൻ പറയാം, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തിന് നടുവിൽ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ ചെയ്യാൻ അവന്റെ കരുത്തുറ്റ കരം ചലിക്കുന്നുണ്ട്. അങ്ങനെ ആ കുടുംബം വിശ്വാസത്തിലായി. പാരമ്പര്യത്തിന്റെ കനത്ത എതിരുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും പിടിച്ചു നിന്നു. ആ സഹോദരി രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് LKGയിൽ പഠിക്കുന്ന സമയം കുഞ്ഞിനെ കൊണ്ടുവരുവാൻ അമ്മ വഴിവക്കിൽ കാത്തു നിൽക്കുകയാണ്. വണ്ടി വന്നു നിന്നു, കുഞ്ഞിറങ്ങി, വഴി ക്രോസ് ചെയ്തു. എതിർവശത്തുകൂടെ പാഞ്ഞു വന്ന ഒരു വണ്ടി ഈ കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചു. ഈ അമ്മയുടെ കൺമുൻപിൽ വണ്ടിച്ചക്രം കുഞ്ഞിന്റെ മുകളിലൂടെ കയറി ഇറങ്ങി കരിക്ക് പൊട്ടിത്തെറിക്കുന്നത് പോലെ ആ തല ചിതറുന്നത് അമ്മ നേരിട്ട് കണ്ടു. ഒരു ഭ്രാന്തിയെപ്പോലെ നടു റോഡിൽ മോഹാത്സ്യപ്പെട്ടു വീണു. പോസ്റ്റ്മോർട്ടവും ശവമടക്കമൊക്കെ ക്രമത്തിൽ കഴിഞ്ഞു. ആളുകൾ പറഞ്ഞു, കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. അവർ ഒരു മന്ത്രവാദിയെ വിളിപ്പിച്ച് ലക്ഷണം വെപ്പിച്ചു നോക്കി. ചുരുക്കി ഞാനങ്ങ് പറയാം, ഇന്നവർ വിശ്വാസത്തിലില്ല. എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? ഈ ശുശ്രൂഷ നയിക്കുന്ന ബിജു പാസ്റ്ററോടോ, ഈ ശുശ്രൂഷയിൽ അല്പമിനിറ്റുകൾ തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുന്ന ഈ ഉള്ളവനോടോ ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്, ഞങ്ങളെ സത്യത്തിലേക്ക് നയിച്ചത് ഒരനുഭവമാണ്. എനിക്ക് എൻ്റെ അനുഭവം, ബിജു പാസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവം, ഇവിടെ കൂടി വന്നിരിക്കുന്ന കൂടപ്പുറപ്പെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത അനുഭവം. പക്ഷേ ഒരനുഭവത്തിലൂടെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു മാധുര്യമുള്ള അനുഭവത്തിലൂടെ, ഒരു വിടുതലിന്റെ അനുഭവത്തിലൂടെ സത്യത്തിലേക്ക് വന്ന നമ്മെ കാത്തിരിക്കുന്നത് എന്നും വിടുതലിന്റെ അനുഭവമാണ് എന്ന് വിചാരിക്കരുത്. കൈപ്പേറിയ ചില അനുഭവങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. എൻ്റെ അപ്പൻ എനിക്കെതിര്, എൻ്റെ അമ്മ എനിക്കെതിര്, എൻ്റെ രക്തബന്ധങ്ങൾ എനിക്കെതിര്, എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് പറയുന്ന ചില പ്രത്യേക അന്തരീക്ഷമുണ്ടാകാം. ഒറ്റപ്പെടുത്തലുകളുടെ നടുവിലാണ് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത്.
സന്തതിയില്ല എന്ന ഒറ്റപ്പെടുത്തൽ അബ്രഹാമിൽ, സകലത്തെയും അക്കരെ കടത്തിയിട്ട് എന്ന ഒറ്റപ്പെടുത്തൽ യാക്കോബിൽ, ഉടപ്പിറന്നവൾ പോലും ശ്വാസം അറപ്പായി തീരുന്ന ഒറ്റപ്പെടുത്തൽ ഇയ്യോബിൽ, കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് തള്ളിയിട്ട് കാഴ്ചശക്തി ക്ഷയിപ്പിക്കുന്ന ഒറ്റപ്പെടുത്തൽ പൗലോസിൽ. എന്തിന്? സ്തോത്രം, നമ്മുടെ അരുമനാഥന്റെ കാൽവറിയിലെ ബലിമരണത്തിൽ പിതാവ് പോലും കൈവിട്ട അനുഭവം. ഒറ്റപ്പെടുത്തലുകൾക്ക് നടുവിലാണ് നിന്റെ മേൽ ബലം വ്യാപരിക്കുന്നത്. എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, എയ്ക്ക് എയുടെ അനുഭവം, ബിക്ക് ബിയുടെ അനുഭവം, സിക്ക് സിയുടെ അനുഭവം. പക്ഷേ അനുഭവത്തിൽ ഉറച്ചവർ അടുത്ത പ്രതികൂല അനുഭവത്തിൽ ഈ പ്രമാണം വിടും. എന്നാൽ വചനത്തിൽ ഉറച്ച ഒരു ദൈവ പൈതൽ ഇതിനകത്തുണ്ടോ? സ്തോത്രം. ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, സഹിക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ, കോവിഡിന്റെ എത്ര വേർഷൻ മാറി 2021 ആഞ്ഞടിച്ചാലും, സ്തോത്രം, തൊണ്ടക്കുഴിയിലെ ശ്വാസം തീരുന്നത് വരെ, ജീവന്റെ തുടിപ്പ് അവസാനിക്കുന്നത് വരെ കർത്താവിന് വേണ്ടി നിലകൊള്ളും. അതിന് അനുഭവത്തിലല്ല ഉറയ്ക്കേണ്ടത്, വചനത്തിലാണ് ഉറയ്ക്കേണ്ടത്. തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6 മുതൽ ഉള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ലൂക്കോസ് 13-ന്റെ 6 മുതൽ വായിച്ചാട്ടെ. വായിച്ച് സഹായിക്കാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചാട്ടെ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തുവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിന് വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാകുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുമോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. മതി. വളരെ പ്രാർത്ഥനാപൂർവം പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ഈ വേദഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വർഷത്തിന്റെ ഒടുവിലത്തെ സമയം ധ്യാനിക്കുവാൻ നമ്മെ വളരെ ശക്തമായി പ്രബോധിപ്പിക്കുന്ന ഒരു കനത്ത പ്രബോധനത്തിലേക്കാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞാൻ ഈ സന്ദേശത്തിന് ഒരു ചെറിയ തലക്കെട്ട് കൊടുക്കുവാനായി താല്പര്യപ്പെടുന്നു. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ വർഷത്തിന്റെ ഒടുവിൽ വിലയിരുത്തുക. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് വർഷത്തിന്റെ ഒടുവിലത്തെ ദിവസം ജീവിതത്തെ വിലയിരുത്തുക. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ മുതൽ ഈ വിഷയത്തിന്റെ പശ്ചാത്തലം ഒരുക്കുകയാണ്. കർത്താവ് പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പലസ്തീൻ നാടിന്റെ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ സമുദ്രമാണ്. അവിടെ നിന്ന് മേഘം പൊങ്ങിയാൽ ഉറപ്പാണ് ഇടിവെട്ടി പെയ്യുന്ന മഴയുണ്ടാകും. കർമ്മേൽ കൊടുമുടിയിൽ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കൈ പോലൊരു മേഘം ഉയരുന്ന കാഴ്ച കണ്ടിട്ട് ആഹാബിനോട് വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നെന്ന് പറയാൻ കാര്യമെന്താ? അവിടുത്തെ കർഷക സമൂഹത്തിനൊരു കാര്യം അറിയാം. പടിഞ്ഞാറ് നിന്നാണോ മേഘം പൊങ്ങുന്നത് എങ്കിൽ ചെറിയ മഴയായിരിക്കില്ല, അതിഭയങ്കര മഴയായിരിക്കും. ഇനിയും തെക്കൻ കാറ്റൂതുന്നത് കണ്ടാൽ, തെക്ക് സീനായി മരുഭൂമിയാണ്, അവിടെ നിന്ന് ഒരു കാറ്റ് തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം ഇനിയും ഉണ്ടാകുന്ന മണിക്കൂറുകൾ കൊടിയ ഉഷ്ണമായിരിക്കുമെന്നാണ്.
അപ്പോൾ കാലാവസ്ഥയെ വിവേചിച്ചുകൊണ്ട് അവർക്ക് ചൂടാണോ തണുപ്പാണോ മഴയാണോ വെയിലാണോ വരാൻ പോകുന്നതെന്ന് പ്രവചിക്കാനുള്ള കാലാവസ്ഥാ വിവേചനത്തിന്റെ കഴിവ് ഇവർക്കുണ്ട്. അതിനെ ശ്ലാഘിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കാലാവസ്ഥയെ വിവേചിക്കാൻ നന്നായിട്ടറിയാം അല്ലേ? നിങ്ങൾക്ക് കാലാവസ്ഥയെ വിവേചിക്കുന്നതിൽ വിദഗ്ധരാണ് നിങ്ങൾ കർഷക സമൂഹത്തിന് കാലാവസ്ഥയെ നന്നായി വിവേചിക്കാൻ കഴിവുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യത്തിലെ കഴിവ് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. ഈ കാലത്തെ വിവേചിക്കാൻ ഉള്ള താല്പര്യം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വന്നെത്തി നിൽക്കുന്ന കാലം ഒരു സാധാരണ കാലമല്ല. കാരണം അവരുടെ മുൻപിൽ നിൽക്കുന്നത് സാധാരണക്കാരനല്ല. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു അല്ലാതെ ഒരുത്തനുമില്ല. ആകയാൽ സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങിയ കാലത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ആ നിൽക്കുന്ന സമൂഹം. ഏദൻ പൂങ്കാവനത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന പ്രവചനം മുതൽ പ്രവചിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്ത്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന ഒരുവനേ ഉള്ളൂ. അതിന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന യേശുവാണ്. അവന്റെ സാന്നിധ്യം അറിയുന്ന ദൈവമക്കൾ കാണണം. ആ തലമുറയിൽ യേശു വെളിപ്പെട്ടിരിക്കുന്നത് അവൻ സ്വർഗം ഭൂമിയിൽ താണിറങ്ങിയിരിക്കുകയാണ്. അവൾ ശരിക്കും മഹാദൈവത്തിന്റെ ഓമനപുത്രൻ ഈ ഭൂമി സന്ദർശിക്കുന്ന രംഗം നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു തലമുറയ്ക്ക് ആ കാലഘട്ടത്തെ വിവേചിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചു കളഞ്ഞു. അവർക്ക് ആ കാലത്തെ വിവേചിക്കാൻ കഴിയാതിരുന്നത് പോലെ തന്നെ നമുക്ക് ഈ കാലത്തെ വിവേചിക്കാൻ കഴിയാതെ വന്നാൽ നമുക്കും തകർച്ച സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ കാലഘട്ടത്തെ വിവേചിക്കണം. നമ്മൾ എത്തി നിൽക്കുന്ന കാലം ഏത് കാലമാണ്? ഞാൻ ഈ ലൈവിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് പറയാം, ഉൽപ്രാപണത്തിന് തൊട്ടു മുൻപ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഈ ലൈവിൽ എന്നോടൊപ്പമുള്ള ദൈവമക്കൾ. ഈ തലമുറയിൽ കർത്താവ് മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒടുവിലത്തെ വാച്ച് നൈറ്റ് സർവീസ് ആയിരിക്കും നാളെ രാത്രി. ഈ ഭൂമിയിലെ നമ്മുടെ അവസാനത്തെ വാച്ച് നൈറ്റ് സർവീസ് ആകാം നാളെ രാത്രി. 2021 ദിനങ്ങളിൽ നമ്മുടെ കർത്താവ് മടങ്ങി വന്നാൽ ഇതിനകത്തിരിക്കുന്ന ഒരാൾ പോലും കൈവിടപ്പെടരുത്. ATM കാർഡ് ഇല്ലെങ്കിൽ ATM നിന്ന് കാശെടുക്കാൻ ഒക്കത്തില്ലെന്നേ ഉള്ളൂ. പാസ്പോർട്ട് ഇല്ലെങ്കിൽ വിദേശയാത്ര പറ്റത്തില്ലെന്നേ ഉള്ളൂ. സ്തോത്രം അല്ലേ? മറ്റു ചില കാർഡുകളും നിയമരേഖകളും ഇല്ലെങ്കിൽ അതിനൊക്കെ അബദ്ധമേ ഉള്ളൂ. എന്നാൽ നിത്യത കൈവിട്ടു പോയാൽ പിന്നൊരു തിരിച്ചുവരവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കൽ ഈ സമയത്ത് ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു, ഗുരു നീ അറിഞ്ഞോ ഒരു കാര്യം? ഗലീലക്കാരുടെ ചോര പീലാത്തോസ് യാഗപീഠത്തിൽ കലർത്തി. ഒരല്പം ചരിത്രം അറിയണം. നമുക്കറിയാം, പീലാത്തോസിനെതിരെ ഗലീലക്കാർ വിപ്ലവം സംഘടിപ്പിച്ചു. പീലാത്തോസ് നോക്കി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പീലാത്തോസിന്റെ ചെവിയിൽ ഒരു വാർത്തയെത്തി, തന്റെ ശത്രുക്കൾ ദേവാലയത്തിൽ യാഗം കഴിക്കുന്നു. പീലാത്തോസ് സൈന്യത്തെ നിയോഗിച്ചു. അപ്പോൾ യാഗം കഴിച്ചുകൊണ്ടിരിക്കുക. വെട്ടി നുറുക്കി അവരുടെ യാഗപീഠത്തിലേക്ക് തന്നെ ഇവരുടെ ബോഡി കയറ്റി കത്തിച്ചു. അങ്ങനെ ഒരു ദുരന്തം യെരൂശലേം ദൈവാലയത്തിൽ നടന്നു. ഇത് യഹൂദന്മാരെ ചൊടിപ്പിച്ചു. കൂട്ടമരണം നടന്നു. ഈ വാർത്ത യേശുവിന്റെ ചെവിയിലെത്തിയപ്പോ യേശു പറയുക, അപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരെക്കാട്ടിലും ഈ കൊല്ലപ്പെട്ട ആളുകൾ പാപികളാണെന്ന് വിചാരിക്കുന്നു? അല്ലല്ല.
മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പൊ അവര് കൊല്ലപ്പെട്ടത് അവരുടെ പാപം കൊണ്ടും നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് നമ്മൾ പുണ്യവാളന്മാരായതുകൊണ്ടുമാണ് എന്നാണ് ഇവരുടെ ധാരണ. 2020 പിറന്നു വീണതിന് ശേഷം ലോക ചരിത്രത്തിൽ എത്രയോ പേർ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തി. കോവിഡ് അനേകരുടെ ജീവനെടുത്തു. ബാല്യകാല സ്വപ്നങ്ങൾ പൂവണിയാതെ ബാലികാ ബാലന്മാർ, യൗവനകാല പ്രതീക്ഷകൾ പൂർത്തീകരിക്കപ്പെടാത്ത യുവതി യുവാക്കന്മാർ, വാർദ്ധക്യകാല സങ്കല്പങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കാണാതെ എത്രയോ വൃദ്ധരായ മാതാപിതാക്കൾ, ഒരു നോക്ക് ജന്മം കൊടുത്ത അപ്പനെയോ അമ്മയോ കാണാതെ കത്തിച്ചു കളഞ്ഞ ഡെഡ് ബോഡികൾ, JCBക്ക് കുഴിയടത്ത് ഒരു അന്ത്യചുംബനം പോലും കൊടുക്കാതെ ഈ മണ്ണ് ഏറ്റുവാങ്ങിയ ശരീരങ്ങൾ, ആയിരങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആരോഗ്യത്തോടെ 2020 ഡിസംബർ മാസം 30 വാച്ച് നൈറ്റ് സർവീസിന് മുമ്പുള്ള ഈ മീറ്റിംഗിൽ ബിജു പാസ്റ്റർ നേതൃത്വത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് വചനത്തിന്റെ മുൻപിലിരിക്കാൻ ദൈവം ഭാഗ്യം തന്നപ്പോ, അനേകരെ മരണം കൊണ്ടുപോയപ്പോ, എന്റെ കൂടെപ്പിറപ്പെ നിങ്ങളുടെ ശരീരത്തെ ദൈവം സംരക്ഷിച്ചത് അവരശുദ്ധരായതുകൊണ്ടും നിങ്ങളെല്ലാം പരമവിശുദ്ധരായതുകൊണ്ടുമല്ല. എനിക്കും നിങ്ങൾക്കും ദൈവം മാനസാന്തരത്തിന് സമയം അനുവദിച്ചിരിക്കുന്നു. നിത്യതയ്ക്കായി ഒരു പടി കൂടെ ഒരുങ്ങാൻ, 2021 വരവേൽക്കാൻ, അടുത്ത ഒരു ദിവസത്തിന് മുൻപ് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ദൈവം നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു വാർത്ത കർത്താവിന്റെ സന്നിധിയിലെത്തിയത്. അത് ശീലോഹാമിൽ ഒരു ഗോപുര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഗോപുര നിർമ്മാണം എന്ന് പറയുമ്പോൾ പ്രശസ്തമാണ് ശീലോഹാം കുളം. അവിടെ നിന്ന് യെരുശലേമിലേക്ക് ഒരു ജലപാത ക്രമീകരിച്ചിട്ട് അതിലൂടെ വെള്ളം കൊണ്ടുപോകുന്ന രംഗമുണ്ടാകുന്നു. ഈ പ്രത്യേക സമയത്ത് അവിടെ ഒരു ആർച്ച് പണിത് അതിനോട് ചേർന്ന് ഒരു രാജകീയ ഉദ്യാനം സജ്ജമാക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഈ ആർച്ച് ഇടിഞ്ഞു വീണിട്ട് 18 പേർ മരിച്ചു. ഒരു ആക്സിഡന്റ് ആണ്, ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് പറയുകയാ, നിങ്ങൾ വിചാരിക്കുന്നു യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരെക്കാട്ടിലും കൊടിയ പാപികളായതുകൊണ്ടാണ് ഈ 18 പേര് മരിച്ചത്. ഞങ്ങൾ രക്ഷപ്പെട്ടതോ അത് ഞങ്ങൾ വിശുദ്ധരായതുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക, അല്ല അല്ല അല്ല, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത ദുരന്തം എന്ന മരണം അവർക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിന് സമയം കൊടുക്കാതെ അവരെ ഈ മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് മടക്കി യാത്ര അയച്ചപ്പോ, നിനക്ക് ദൈവം ഈ വർഷാവസാനം കാണാൻ ഭാഗ്യം തന്നത് നിന്റെ വിശുദ്ധി കൂടുതൽ കൊണ്ടും അവന്റെ അശുദ്ധി കൊണ്ടുമല്ല, ഒരു പടി കൂടെ കർത്തൃസന്നിധിയിൽ ഒരുങ്ങാൻ ദൈവം മാനസാന്തരത്തിന് സമയം അനുവദിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോ ഈ വാക്കുകൾ ഇനിയും ഒരു ചിത്രീകരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ചിത്രീകരണം സാധാരണ ചിത്രീകരണമല്ല, അത് പ്രവചന ചിത്രീകരണമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിനെ പോലെ ഇരുത്തം വന്ന ഒരു ഗുരുവിനെ ചരിത്രം കണ്ടിട്ടില്ല. നമ്മുടെ നാഥൻ ആരാ? അവന്റെ ജീൻ എന്താ? ആ ജീനിനകത്ത് ജോസഫിന്റെ രക്തബന്ധമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജയാണത്. അങ്ങനാണെങ്കിൽ ഒരു മനുഷ്യന്റെ സാധാരണ ജീവിതത്തിലെ നിത്യാനുഭവങ്ങളിൽ നിന്ന് ചിന്തിയെടുക്കുന്ന ഏടുകളിൽ സ്വർഗീയതയുടെ കനകാക്ഷരം പ്രവചനാത്മാവിൽ കുറിച്ച് മനുഷ്യന്റെ ഹൃദയ ക്യാൻവാസിൽ വരച്ചു കൊടുക്കാൻ പറ്റിയ ഇതുപോലെ ഒരു ഗുരുവിനെ ലോകം കണ്ടിട്ടില്ല. ആ കണ്ണുകൾ സാധാരണ കണ്ണുകളല്ല, അത് പ്രവചന കണ്ണുകളാണ്. ആ പ്രവചന കണ്ണുകളിലൂടെ പ്രവചന ചായം തേച്ച ഒരു ചിത്രം അവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. വർഷാവസാനം എത്തി നിൽക്കുന്ന, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, കോൾമയിൽ കൊള്ളിക്കുന്ന, നമ്മുടെ കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കത്തക്ക വിധം കാലിലെ ചെരിപ്പൂരിയിട്ടിട്ട് മോശ തീയുടെ മുൻപിൽ നിന്നതുപോലെ നിന്ന് ഭയത്തോടെ കേൾക്കേണ്ട ഒരു ഉപമയിലേക്ക് കർത്താവ് അവരെ നയിക്കുന്നു. വർഷാവസാനം നമ്മയും നയിക്കുന്നു. ഒരു മനുഷ്യന്
തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് കേവല ഉപമയല്ല, ഇത് പ്രവചന ഉപമയാണ്. വരാൻ തുടങ്ങുന്ന ദുരന്തത്തെ കർത്താവ് ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ്. യേശുവിന്റെ കണ്ണിന്റെ പ്രത്യേകത പറയാം. അത് മോഹക്കണ്ണല്ല, അത് കച്ചവട കണ്ണല്ല, അത് അനുമാന കണ്ണല്ല, അത് പ്രവചന കണ്ണാണ്. അതുകൊണ്ടാണ് അവൻ യെരൂശലേമിനെ നോക്കിക്കൊണ്ട് ആ കവിൾത്തടങ്ങൾ നനഞ്ഞൊഴുകിയിട്ട്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവചനാത്മാവിൽ പറഞ്ഞത്. അപ്പോൾ പ്രവചന കണ്ണുകൾ കൊണ്ട് AD 70 സംഭവിപ്പാൻ തുടങ്ങുന്ന ദുരന്തത്തെ കർത്താവ് ആത്മക്കണ്ണുകൾ കൊണ്ട് ഈ കോടാലി വയ്ക്കുന്ന രംഗം വരച്ചു കാട്ടുകയാണ്. കർത്താവ് പറഞ്ഞു, ഒരുവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. നിങ്ങളത് 100 വട്ടം കേട്ടിട്ടുള്ളതാണ്. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, വെട്ടിക്കളക, ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ തോട്ടക്കാരൻ അവനോട് പറയുകയാണ്, കർത്താവേ, 1 വർഷം കൂടെ നിൽക്കട്ടെ, 365 ദിവസം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, അത് ഞാനൊന്ന് കിളച്ചു വളമിടാം. 365 ദിവസത്തിന് തിരശീല വീഴുമ്പോൾ എന്റെ കിളച്ചു വളമിടയിൽ അവസാനിക്കും. ഇനിയും കായ്ച്ചില്ലെങ്കിൽ നിശ്ചയമായും വെട്ടിക്കളയാം. അനുവദിച്ചിരിക്കുന്ന 1 വർഷത്തിന്റെ ടൈം ബൗണ്ടായി കാലഗണന നൽകിക്കൊണ്ട് സമയം അനുവദിക്കുകയാണ്. 3-ാമത്തെ വർഷം ഫലം കായ്ച്ചില്ല. 4-ാമത്തെ വർഷം, ഒടുവിലത്തെ വർഷം, അനുവദിച്ചിരിക്കുന്ന ആയുസിന്റെ സമാപന വർഷം. ഇന്ന് രാത്രി നമ്മോട് ദൈവാത്മാവ് ചോദിക്കുന്നു, കരുണയുടെ കാലങ്ങളെ വിലയിരുത്തുക. വളരെ ഗൗരവത്തോടെ കരുണയുടെ കാലങ്ങളെ വിലയിരുത്തുക. ഞാൻ ഓർക്കുന്നുണ്ട്, ചില പ്രത്യേക വിഷയങ്ങൾക്കകത്ത് ചില മുന്നറിയിപ്പുകൾ ഉണ്ടാകും. ഒരിക്കൽ ഒരു കർത്തൃദാസന്റെ ഒരു മകൾ, ആ മോള് സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അന്ന് അസാധാരണമായി ഈ മോള് അപ്പനോട് പറഞ്ഞു, പപ്പ, എനിക്ക് ഒരു ട്രാക്റ്റ് വേണം, അതും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ട്രാക്റ്റ് വേണം. ഈ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു പെങ്കൊച്ച്, വേദപുസ്തക സംബന്ധമായി കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത ഈ കൊച്ച് നിർബന്ധിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ട്രാക്റ്റ് വാങ്ങിച്ചു. ഇതിന് മടക്കി സ്കൂൾ ബാഗിനകത്ത് വെച്ചു. പോയി സ്കൂൾ ബസ് വന്നു, അവൾ സ്കൂളിൽ പോയി. വീടിൻ്റെ അവിടുന്ന് മുൻപോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഒലിപ്പുതോടുണ്ട്, അത് കയറി അക്കരെ കയറി റോഡ് സൈഡിൽ നിന്നാണ് സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ ചെന്നു, ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. അന്ന് വൈകിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് ബസ്സിന് വന്ന് ആ ഒലിപ്പുതോടിന് അക്കരെ ഇറങ്ങി. താഴെ വശത്ത് നദിയാണ്, ആ ഒലിപ്പുതോട് നദിയിലേക്ക് ഒഴുകി ചെല്ലുകയാണ്. പെട്ടെന്ന് ഇവൾക്ക് ഓർമ്മ വന്നു ആ ട്രാക്റ്റിനെ കുറിച്ച്. അവൾ ബാഗിനകത്ത് ട്രാക്റ്റ് എടുത്തു. നോക്കിയപ്പോൾ ആരുമില്ല. തൊട്ട് താഴത്തെ ഒലിപ്പുതോടിന്റെ കയത്തിൽ പശുവിനെ കുടിപ്പിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ സഹോദരൻ നിൽക്കുന്നു. ഓടിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ, ഇത് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതിങ്ങോട്ട് വാങ്ങിച്ചു നോക്കിയപ്പോ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. വലിച്ചു കീറിയച്ച് പറഞ്ഞു, നിന്റെ അപ്പനെ പോലെ മതപരിവർത്തനത്തിന് നീ ഇറങ്ങിയേക്കാണോ? പരിഹസിച്ചു വിട്ടു. ഇവൾ തിരിച്ചു കയറി പോരുകയും ചെയ്തു. ശ്രദ്ധിക്കണേ, അന്ന് വൈകിട്ട് അദ്ദേഹം വീട്ടിലെത്തിയില്ല. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ തൊട്ട് താഴത്തെ ആറ്റ് കയത്തിൽ ഡെഡ് ബോഡി കണ്ടുപിടിച്ചു. ആരോഗ്യമുള്ള ഈ മനുഷ്യൻ എങ്ങനെ മരിച്ചു? ചുഴലിദീനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മോഹാത്സ്യപ്പെട്ടു വീണതോടുകൂടെ ശ്വാസം മുട്ടി മരിച്ചതാണ്. എന്തുകൊണ്ട് ഈ പെൺകുട്ടി രാവിലെ ഇറങ്ങിയപ്പോൾ അസാധാരണമായി ഈ പ്രത്യേക ട്രാക്റ്റ് ചോദിച്ചു വാങ്ങിച്ചു? എന്തുകൊണ്ട് സ്കൂളിൽ ആർക്കും അത് കൊടുത്തില്ല? എന്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ മാത്രം അത് ഓർമ്മ വന്നു? ഞാൻ പറയാം, ദൈവം വിളിക്കുകയാണ്, ദൈവശബ്ദം മുഴങ്ങുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ വർഷാവസാന യോഗത്തിൽ ചങ്കുപൊട്ടുന്ന ആത്മഭാരത്തോടെ
നിങ്ങളുടെ കർത്തൃദാസൻ ഈ സന്ദേശം ക്രമീകരിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ദൈവശബ്ദം മുഴങ്ങുകയാണ്, ദേശത്തോടുള്ള ദൈവാലോചന മുഴങ്ങുകയാണ്. മാനസാന്തരത്തിന് ദൈവം നമുക്ക് അവസരം അനുവദിച്ചിരിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെയും ചിന്ത ഞാൻ അത്തിയിലേക്ക് ക്ഷണിക്കുകയാണ്. പെട്ടെന്ന് പറയണേ, എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ മനോമണ്ഡലത്തിൽ ആ അത്തി ഒന്ന് തെളിഞ്ഞു നിൽക്കട്ടെ. ഈ അത്തിയിലേക്ക് നോക്കിയാൽ ഒന്നാമത് ശ്രദ്ധിക്കണം, ഈ അത്തിയുടെ പദവി. 2, ഈ അത്തിയുടെ സ്ഥാനം. 3, ഈ അത്തിയുടെ ഉടമസ്ഥത. 4, ഈ അത്തിയുടെ ഉത്തരവാദിത്വം. 5, ഈ അത്തിയുടെ ചുമതല. 6, ഈ അത്തിയുടെ പ്രതീക്ഷ. 7, ഈ അത്തിക്ക് അനുവദിച്ചിരിക്കുന്ന ആയുസ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കണം. 1, ഈ അത്തിയുടെ പദവി. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ആരാധിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർത്തൃദാസൻ തന്നെ ശക്തനായ ഒരു വർഷിപ്പ് ലീഡർ കൂടെയാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, കഴിഞ്ഞ 1 വർഷം പട്ടിണി കൊണ്ട് ആരും മരിച്ചില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു ആദിവാസി മേഖലയിൽ ഈ പ്രതിസന്ധി വർദ്ധിച്ചു നിൽക്കുന്ന സമയം സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്തോത്രം, കുറച്ച് ബിസ്ക്കറ്റ് കവറുമായിട്ട് പോയി. ഈ ബിസ്ക്കറ്റ് കവറ് വിതരണം ചെയ്യുമ്പം വെള്ളയ്ക്കായാൽ ഈക്കിരി കുത്തിയ പോലെ ഒരു കൊച്ചൻ, 10-13 വയസ്സ് കാണും, അവൻ ഈ കവർ വാങ്ങിച്ചു. വാങ്ങിച്ച പാടെ മണ്ട പൊട്ടിച്ച് അവൻ കഴിച്ചു. ആർത്തിയും വിശപ്പും കണ്ടാൽ അവന്റെ മുഖത്തത് പ്രതിഫലിക്കുന്നുണ്ട്. പെട്ടെന്നൊരു നെടുങ്ങാടനായ നീളമുള്ളൊരു മനുഷ്യൻ ചാടി വീണ് ഈ ബിസ്ക്കറ്റ് കവറുമായി പിടിച്ചുകൊണ്ട് ഓടിയ സമയം ഈ കൊച്ചൻ അവിടെ നിന്ന് പറയുക, പപ്പാ എനിക്ക് വിശക്കുന്നു പപ്പാ. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ആരെ കൊണ്ടുപോയെന്നറിയാം. അപ്പൻ പട്ടിണി കൊണ്ട് മുതുകൊട്ടിയാലും ഒന്നും കഴിച്ചില്ലെങ്കിലും എന്റെ കുഞ്ഞ് പട്ടിണി കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. എത്രയോ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ വർഷത്തിന്റെ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയപ്പോ, എത്രയോ സഹോദരങ്ങൾ പാലത്തിന്റെ അടിയിൽ പാവിരിച്ചപ്പോ, എത്രയോ പ്രിയപ്പെട്ടവർ കടത്തിണ്ണകളിൽ അന്തി ഉറങ്ങിയപ്പോ, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ ഇടർച്ചയിൽ നിന്ന്, ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് നിനക്ക് കണ്ണിന്റെ അവസ്ഥ മാത്രമല്ല, ധരിക്കാൻ വസ്ത്രം, കഴിക്കാൻ ഭക്ഷണം, ദൈവം നിനക്ക് തന്ന കരുതലൊന്ന് തിരിച്ചോർത്താൽ നീ സാധാരണക്കാരനല്ല കൂടപ്പിറപ്പേ. നിനക്ക് കിട്ടിയ പദവി ഓർത്ത് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം. ഓ, ഇത് കാക്കച്ചുണ്ടിൽ നിന്ന് വീണ് വളർന്ന വൃക്ഷമല്ല. ഇത് കഴിഞ്ഞ പ്രളയത്തിൽ വന്ന് കയറി അടിഞ്ഞു വളർന്ന വൃക്ഷമല്ല. ഇതൊരു മനുഷ്യൻ തവാരണയിൽ നിന്ന് കൊണ്ടുവന്ന് തന്റെ മുന്തിരിത്തോട്ടത്തിന് നടുക്ക് സ്ഥാനം നൽകി നട്ടതാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി അതിന്റെ സ്ഥാനത്തോട്ട് നോക്കിക്കേ, എന്നിട്ട് നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. മറക്കരുത്, സ്ഥാനം നൽകി നട്ടതാ. ഞാനൊരു വാക്യം പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറയണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എന്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ എന്നെ മെനഞ്ഞത് മനുഷ്യന്റെ കൈയല്ല, മഹാദൈവമേ നിന്റെ കൈയാണ്. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. 2020 കരുതൽ തിരിഞ്ഞു നോക്കുന്ന ദൈവമക്കൾ ഒരു സാധാരണ സ്തോത്രം പറഞ്ഞാൽ പോരാ, ഒരു അസാധാരണ ആരാധന ഉയർത്തണം ഈ പ്രതലത്തിൽ. സ്തോത്രം. ഹോ, പദവി നൽകിയ അത്തി. ഇതിന്റെ സ്ഥാനം എവിടാ? അത്തിയുടെ സ്ഥാനം മുന്തിരിത്തോട്ടത്തിന് നടുക്ക്. യഹൂദന്റെ മുന്തിരി അവരുടെ ആത്മീക പ്രതലത്തെയും
അത്തി അവന്റെ രാഷ്ട്രീയ സംരക്ഷണത്തെയും കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭൗതിക സുരക്ഷിതത്വം ഉറച്ചു നിൽക്കണമെങ്കിൽ നിന്റെ ആത്മീയ പ്രതലം സുരക്ഷിതമായിരിക്കണം. നിന്റെ ആത്മീയ പ്രതലം തകർന്നാൽ അധികം താമസിക്കാതെ നിന്റെ ഭൗതിക പ്രതലം തകരും. എന്റെ ഭൗതിക പ്രതലത്തിന്റെ സുരക്ഷിതത്വം എന്റെ ആത്മീയ പ്രതലത്തിലാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറ, എന്നെ നട്ടിരിക്കുന്നത് അത്തിയെ നട്ടിരിക്കുന്ന മുന്തിരിക്ക് നടുവിലാണ്. സ്തോത്രം. തീർന്നില്ല. 1-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലമില്ല. 2-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഇല്ല, ഫലമില്ല. ഇലയുണ്ടോ എന്നല്ല, ഫലമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല എന്തിനു വേണ്ടിയാ? ഇല എനിക്കാ. മാവിന്റെ ഇല മാവിന, പ്ലാവിന്റെ ഇല പ്ലാവിന, തെങ്ങിന്റെ ഇല തെങ്ങിന എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഇല. എന്നാൽ തേങ്ങ തെങ്ങിനല്ല, അടുത്ത ജനറേഷന്റെ ഉൽപാദനത്തിനാ. മാങ്ങ മാവിനല്ല, അടുത്ത തലമുറയുടെ ഉൽപാദനത്തിനാ. ചക്ക പ്ലാവിനല്ല, പിന്നെ അടുത്ത തലമുറയുടെ ഉൽപാദനത്തിനാ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കാ. ഇല എനിക്കാ, ഫലം മറ്റുള്ളവർക്കാ. സ്തോത്രം. മറക്കരുത്. ഇലയുണ്ട്, എനിക്കുള്ളതൊക്കെ ഉണ്ട്. ഞാൻ മറ്റാർക്കും പ്രയോജനപ്പെട്ടിട്ടില്ല, നിത്യതയ്ക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെട്ടിട്ടില്ല. ഒടുവിൽ സമയം അടുത്തു. കാലഘടികാരത്തിന്റെ സൂചികൾ മുൻപോട്ട് പായുന്നു. ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കും മുൻപ് ഞാൻ പറയട്ടെ, പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ? പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകി മാറി ജഡം ക്രമാൽ. ഓർക്ക് മേരി ജോൺ തോട്ടം പറഞ്ഞിരിക്കുന്ന അടുത്ത വാചകം. സ്തോത്രം. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ, ശക്തന്മാരെവിടെ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്രത്തിരിവിൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. അനേകരുടെ ചുവട്ടിൽ കോടാലി വെച്ചു. എന്നാൽ നടുവിലേക്ക് കയറി നിൽക്കുന്ന തോട്ടക്കാരൻ പറയുക, 1 കൊല്ലം കൂടെ നിൽക്കട്ടെ, ഞാനൊന്ന് കിളച്ചു വളമിടാം. ഈ കഴിഞ്ഞ ദിവസം റാന്നിക്ക് സമീപമുള്ള പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ അതിന് ചുമതലപ്പെട്ട ആളുകൾ എന്നോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ബിൽഡിങ്ങിന് നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു ഗ്ലാസ് റൂമിലേക്ക് വിരൽ ചൂണ്ടിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ നോക്കിക്കേ, ആ ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്ത് അനക്കമുണ്ടോ എന്ന്. ഞാൻ ശ്രദ്ധിച്ചപ്പോ 2 കണ്ണു മാത്രം അനങ്ങുന്നു. ഒരു വിറക് കഷണം പോലെ കിടക്കുകയാണ്. ചട്ടയും കച്ചമുറിയും കൊടുത്ത ഒരു അമ്മച്ചി തൊട്ടടുത്ത് നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ഗൾഫിൽ നിന്ന് വന്നതാ, 35 വയസ്സ് പ്രായം. പിതാവിന്റെ ജ്യേഷ്ഠന്റെ അടുക്കൽ കയറി തലേ വൈകിട്ട് പെട്ടി ഒരുക്കി വെച്ചിട്ടൊന്ന് യാത്ര പറയാൻ പോയി. തിരിച്ച് യാത്ര പറഞ്ഞിട്ട് വന്ന് ബൈക്കിന് തിരിച്ചു പോരുമ്പോ ബൈക്ക് കട്ടറിൽ ഇറങ്ങി ഒന്ന് കയറി ഒന്ന് ഇരുന്ന് വീണു. നടുവിനൊരു വല്ലാത്ത അസ്വസ്ഥത, പിടുത്തം. ഹോസ്പിറ്റലിൽ എത്തിച്ചു. നട്ടെല്ലിൽ സുഷിപ്ന നാഡിക്ക് സംഭവിച്ച തകർച്ച കൊണ്ട് കഴുത്തിന്റെ അവിടെ മുതൽ പൂർണ്ണമായി തളർന്നുപോയി. ഭാര്യ ഇട്ടിട്ട് പോയി, വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. ഒടുവിൽ അമ്മ മാത്രം ആ മകനെ ശുശ്രൂഷിച്ചുകൊണ്ട് നാളുകളായി ആ ബോഡിയുടെ അടുക്കൽ, ശവത്തിന്റെ അടുക്കൽ കഴിയുന്നത് പോലെ കഴിയുകയാണ്. ഞാൻ ഈ ദൂത് സംസാരിക്കുമ്പോൾ ചോദിക്കട്ടെ, ആ ബൈപ്പാസ് സർജറി മരണത്തിലേക്ക് നടത്താമായിരുന്നപ്പോൾ അത് ജീവനെ എടുക്കാഞ്ഞത് എന്തുകൊണ്ടാ? ആ ബയോപ്സി റിപ്പോർട്ട് ദുരന്തമായി മാറാഞ്ഞത് എന്തുകൊണ്ടാ? ആ ഷുഗർ രോഗം കിഡ്നി ഡയാലിസിസിൽ എത്തിക്കാഞ്ഞത് എന്തുകൊണ്ടാ? ആ ഇരുന്ന് വീണ വീഴ്ച നിന്നെ നിത്യ കിടക്ക രോഗിയാക്കാഞ്ഞത് എന്തുകൊണ്ടാ? പറയാം, കിളച്ചു വളമിടാൻ ഒരാൾ പുറകിലുണ്ടായിരുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിലെ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. 21 ഗ്രാമങ്ങളെ ഭൂമി വിഴുങ്ങി. കൊച്ചിന്റെ കല്യാണം, മോന്റെ വീട് വെപ്പ്,
പിള്ളേരുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ ഓർത്ത് നമ്മളെ പോലെ കട്ടിലേക്ക് കയറിയവരാ. രാവിലെ ഉണർന്നില്ല കേട്ടോ. നിങ്ങളിത് രാത്രി ഓർക്കണം. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ ഒറ്റ രാത്രിയിൽ 100 കണക്കിന് ആളുകൾ മരിച്ചു. രാത്രി കട്ടിലേക്ക് കയറിയത് ഒത്തിരി സങ്കല്പത്തോടാ. രാവിലെ ഉണർന്നില്ല കേട്ടോ. സുനാമി ദുരന്തത്തിന്റെ രാത്രിയുടെ തലേന്ന് ഒത്തിരി പ്രതീക്ഷയോടാ യാത്ര തുടങ്ങിയത്. പക്ഷേ അവരിൽ പലരും കരകണ്ടില്ല കേട്ടോ. ഇന്ന് രാത്രി ആരോഗ്യത്തോടെ 2020 പിന്നിടുമ്പോ നടത്തിയ ദൈവത്തിന്റെ കരുതലിന് നന്ദി പറയുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കൃപ. കിളച്ചു വളമിടാൻ അവിടുന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം എൻ്റെ ആയുസ്സിൽ ഇന്നും ഞാൻ നിൽക്കുന്നു കർത്താവേ. വെട്ടിക്കളയാൻ കോടാലി ഉയർന്നതാ, ചുവട്ടിലേക്ക് കോടാലി അടുത്തു വന്നതാ. എന്നാൽ കോടാലി പിടിച്ച കരത്തെ തടഞ്ഞു മാറ്റി എന്നെ നിലനിർത്തിയ ഒരു കരമുണ്ട്. 2020 എൻ്റെ കൂടപ്പുറപ്പേ, നിന്റെ ചങ്കിന് നേരെ ചൂണ്ടി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് രാത്രി എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കരം രണ്ടുമൊന്ന് ഉയർത്തിപ്പിടിച്ച്